ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് എടുത്ത് കഴുകി 1 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. കുമ്പളങ്ങയുടെ കൂടെ ഇതും ചേർക്കാം. കുമ്പളങ്ങയും പരിപ്പും വേവാനുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കും. കുമ്പളങ്ങ വേവുമ്പോഴേക്ക് നമുക്ക് 2-3 സാധനം ചതച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില, 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. കുമ്പളങ്ങയും പരിപ്പും നല്ലോണം വെന്തു. കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചതച്ചെടുത്ത അരപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് കൂട്ടാൻ വറുത്തിടുക. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വേപ്പില, 2 ചുവന്ന മുളക്. ഇനി ഇത് നമുക്ക് കൂട്ടാനിൽ ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തണുക്കട്ടെ. കുമ്പളങ്ങ തണുത്തതിൻ്റെ ശേഷം നല്ല കട്ടിയുള്ള തൈര്, ആവശ്യത്തിന് പുളിയുള്ളതാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്.